എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് അയർലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള നോക്ക് ഷ്രൈനിലെ കാഴ്ചകളാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കിലേക്കുള്ള യാത്രയിലാണ്. ഇത് കൗണ്ടി മയോയിലാണ് നോക്ക് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രാമധ്യേയുള്ള ചില കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള അയർലൻഡിലെ ചെറിയ പ്രദേശങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ആ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇത് നോക്ക് ഷ്രൈൻ്റെ ഒരു സൈഡിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. ആഗസ്റ്റ് 21 പരിശുദ്ധ ദൈവമാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അന്നേ ദിവസം വ്യാഴാഴ്ചയായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചരിത്രം ഇങ്ങനെയാണ്. അന്ന് വൈകുന്നേരം വളരെ മഴയുള്ള ഒരു രാത്രിയായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്നുള്ള മേരി ബൈർണർ എന്ന യുവതി അവിടുത്തെ വൈദികൻ്റെ വീട്ടുജോലിക്കാരിയായ മേരി മക്ലോഗ്നിനോയോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പള്ളിയുടെ ആ ഭിത്തിയിൽ എന്തോ കണ്ട് അവൾ പെട്ടെന്ന് നിന്നു. 3 വലിപ്പത്തിലുള്ള എന്തോ രൂപങ്ങൾ താൻ കണ്ടു എന്ന് മേരി ബൈർണർ അവകാശപ്പെട്ടു. അവൾ അത് പറയാനായി നേരെ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തി മാതാപിതാക്കളോട് പറഞ്ഞു. താമസിയാതെ അവരുടെ ഗ്രാമത്തിൽ നിന്നുള്ള കുറേ ആളുകൾ ഒരുമിച്ച് കൂടി അവർ ഈ പള്ളിയുടെ സമീപത്തേക്ക് എത്തുകയാണ്. അവിടെ ജോൺ ദി ബാപ്റ്റിസ്റ്റിൻ്റെ ചർച്ചാണ്. ആ ചർച്ചിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ അവർ ഈ കാഴ്ചകളാണ് കാണുന്നത്. അവിടെ പരിശുദ്ധ കന്യാമറിയും അതോടൊപ്പം തന്നെ വിശുദ്ധ യോസേപ്പ് പിതാവും അതോടൊപ്പം തന്നെ ഈശോയുടെ ശിഷ്യനായിരുന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹായും ഇവർ 3 പേരും പ്രത്യക്ഷപ്പെട്ടതായിട്ട് അന്ന് കണ്ട എല്ലാവരും സാക്ഷ്യപ്പെടുത്തുകയാണ്. അവരുടെ തൊട്ട് പിറകിൽ, അതായത് യോഹന്നാൻ സ്ലീഹ നിന്നിരുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു ബലിപീഠവും ഒപ്പം തന്നെ ഒരു അൾത്താരയും ഒരു കുരിശും അവർ കാണുന്നു. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞാടും അതിനു ചുറ്റും വലിയൊരു മാലാഖ വൃന്ദവും ഉണ്ടായിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏതാണ്ട് ഇതേ സമയം തന്നെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് 1.5 മൈൽ ദൂരെയുള്ള ഒരു കർഷകൻ പിന്നീട് താൻ ഇതേ ദൃശ്യം തന്നെ അവിടെ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം ഇതേ ദൃശ്യം തന്നെ അവർ കണ്ടുകൊണ്ടിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ട അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് മുട്ടുകുത്തി ആ 2 മണിക്കൂർ അവിടെ നിന്ന് ജപമാല ചൊല്ലി എന്നാണ് വിവരിച്ചത്. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന മേരിയുടെ ദർശനമാണ് അവർ കണ്ടതെന്ന്, വളരെ മനോഹരമായിരുന്നുവെന്ന് അവർ വിശേഷിപ്പിക്കുന്നുണ്ട്. മേരി അവൾ ഒരു വെളുത്ത കുപ്പായം ധരിച്ചിരുന്നു. കഴുത്തിൽ മുറുകിയിരിക്കുന്ന ഒരു വസ്ത്രവും അവിടുന്ന് താഴേക്ക് കിടക്കുന്ന ഒരു വസ്ത്രവുമായിരുന്നു എന്ന് കാണുന്നു. അവളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കൈകൾ തോളിലേക്ക് അല്പം ഉയർത്തി നിൽക്കുന്ന രീതിയിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പ്രാർത്ഥനയിൽ ആഴമുള്ളവളാണ് പരിശുദ്ധ കന്യാമറിയം എന്നാണ് അവളെ അവർ വിശേഷിപ്പിച്ചത്. വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ കന്യകയുടെ വലതുഭാഗത്ത് നിൽക്കുന്നതായിട്ട് വിശുദ്ധ ജോസഫിനെ അവർ കാണുകയാണ്. യോസേപ്പ് പിതാവിൻ്റെ ശിരസ് പരിശുദ്ധ കന്യകയുടെ നേരെ മുന്നോട്ട് കുനിഞ്ഞു നിൽക്കുന്നതായിട്ട് അവർ കാണുന്നു. വിശുദ്ധ യോഹന്നാൻ പരിശുദ്ധ കന്യകയുടെ ഇടതുവശത്ത് നിൽക്കുന്നു. യോഹന്നാൻ ഒരു നീണ്ട വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്നതായും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വലിയ പുസ്തകം തുറന്നിരിക്കുന്നതായും ഇത് കണ്ട സാക്ഷികൾ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ഇടതുവശത്ത് തന്നെ ആണ് ഒരു ബലിപീഠവും അവിടെ ഒരു ആട്ടിൻകുട്ടിയും ഒപ്പം തന്നെ ഒരു കുരിശും അനേകം മാലാഖമാരും
ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയും അവർ കാണുകയാണ്. ഈ ദർശനം അവർ ആരംഭിച്ചപ്പോൾ ഇവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അത് ഇരുണ്ടതായി മാറിയെങ്കിലും അവർക്ക് അതെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു എന്ന് അവർ പറയുകയാണ്. ഈ ദൃശ്യങ്ങൾ ഒരു തരത്തിലും മറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മിന്നി മറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൃത്യമായി ഏതാണ്ട് 2 മണിക്കൂറോളം ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ദർശനമായിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ദർശന സമയത്ത് തെക്ക് നിന്ന് കാറ്റ് വീശുന്നുണ്ടായിരുന്നുവെങ്കിലും ഈ ദർശനം നടക്കുന്ന അതേ സ്ഥലത്തെ ഭാഗം പൂർണ്ണമായും വരണ്ടിരിക്കുന്നതായിട്ട് അവർ കാണുകയാണ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നു നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. ഇതാണ് ആ പഴയ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ ഭിത്തിയിലാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നത്. കാലാന്തരത്തിൽ ഇതിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുൻഭാഗം ഈ കാണുന്നത് പോലെയാണ്. ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അതേ രീതിയിൽ ഒരു അൾത്താരയും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഭിത്തിയിലെ കുറച്ച് കല്ലുകൾ ഈ ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതേ കല്ലുകൾ ഈ ദേവാലയത്തിൻ്റെ പുറത്തെ ഭിത്തിയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പഴയ ദേവാലയത്തോട് ചേർന്ന് തന്നെയാണ് പുതിയ പള്ളിയും പണിതിരിക്കുന്നത്. ഇനി പുതിയ പള്ളിയുടെ ഈ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓരോ ദിവസവും അയർലൻഡിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അനേകം ആളുകൾ തീർത്ഥാടകരായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ദേവാലയത്തിലെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് പ്രധാന അൾത്താര. നോക് ബസിലിക്കയുടെ ഉള്ളിലെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് മൊസൈക്കിൽ ചിത്രീകരിച്ചിരിക്കുന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അതേ ചിത്രീകരണമാണ്. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഏതാണ്ട് 1.5 മില്യൺ ഗ്ലാസ് പീസുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്പിൽ തന്നെ ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിപ്പമേറിയ ഒന്നായിട്ടാണ് ഇത് കാണുന്നത്. ഈ ദേവാലയത്തിനുള്ളിലെ ഭിത്തിയിൽ അന്ന് പ്രത്യക്ഷപ്പെടൽ കണ്ട 15 ആളുകളുടെയും പേരുകളും അവരുടെ വയസ്സും അവിടെ എഴുതി വച്ചിട്ടുണ്ട്.
മറ്റൊരു പ്രധാന കാര്യം, ഈ പുതിയ ബസിലിക്ക പണിതപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള പില്ലറുകളെല്ലാം പണിതിരിക്കുന്നത് അയർലൻഡിലെ വിവിധ കൗണ്ടികളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഓരോ പില്ലറുകളുടെയും മുകളിൽ ഏത് കൗണ്ടിൽ നിന്നുള്ള കല്ലുകളാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആയിരത്തി 1979 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ സന്ദർശിച്ചിരുന്നു. 1993 കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയും ഇവിടെ എത്തിയിരുന്നു. 2018 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനമുണ്ടായിരുന്നു. 2023 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ നോക്ക് ഷ്രൈൻ സന്ദർശിക്കുവാനായി എത്തിയിരുന്നു. ആയിരത്തി 1979 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എത്തിയപ്പോൾ അന്ന് സ്ഥാപിച്ച കുരിശാണിത്. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് അന്നുണ്ടായിരുന്ന എല്ലാ തീർത്ഥാടകരെയും അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇതിനോട് ചേർന്ന് നിത്യാരാധന നടക്കുന്ന ഒരു ചാപ്പലും സ്ഥിതി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യവും പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അയർലൻഡിലെ മനോഹരമായ കാഴ്ചകൾ കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.